ഹലോ ഫ്രണ്ട്സ്, മിക്സിയുടെ ബ്ലെൻഡർ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കേക്കിന് വേണ്ടിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിൻ്റെ മുകളിലായി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ചേർത്ത് ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. മൈദയും കൊക്കോ പൗഡറെല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൽ ഒരെണ്ണം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 മുട്ട കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഹൈ സ്പീഡിൽ നമുക്ക് 2 മിനിറ്റ് നന്നായി അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്ത ഈ മിക്സ്ചറിനെ നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചു മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ കുറേശ്ശെ ഇട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ആവുന്നവരെ നമുക്കൊരു വിസ്കോ സ്പാച്ചുല വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള മിക്സ്ചർ കൂടെ നമുക്ക് കുറേശ്ശെ ഇതിലേക്കിട്ട് ഈ മിക്സ്ചർ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നതിനായി കുക്കറോ നോൺ സ്റ്റിക്ക് പാനോ ഒന്നുമല്ല, ഒരു സാധാരണ പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് എണ്ണ തേച്ച് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഈ ബാറ്റർ ഫുള്ളും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകുന്നതിനായി നമുക്കിത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പഴയ പാൻ വെച്ച് അതിൻ്റെ പുറത്തായി ഇത് വെച്ച് കൊടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് വിട്ട് കിട്ടാനായി ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. നമ്മൾ വെച്ച് കൊടുത്ത ബട്ടർ പേപ്പർ നമുക്ക് ഇളക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഇന്നലെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കുന്നു. ചോക്ലേറ്റ് ഗനാഷിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാവുന്നതാണ്. ഇത് ചെറുതായി ഒന്ന് നമുക്ക് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലായിടും സ്പ്രെഡ് ആവുന്നതാണ്. നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. വീണ്ടും കാണും വരെ താങ്ക് യു.